ഈ ലോകത്ത് ചില പ്രണയങ്ങളുണ്ട്, വലിയ ബഹളങ്ങളില്ലാത്ത, ആഘോഷങ്ങളില്ലാത്ത, എന്നാൽ ഒരു ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന നിശബ്ദമായ ചില തീരുമാനങ്ങൾ. നമ്മൾ കാണുന്ന സിനിമകളിലെ പോലെ പൂക്കളോ വലിയ പ്രൊപ്പോസലുകളോ ലോകം മുഴുവൻ അറിയിച്ചുള്ള പ്രണയ പ്രകടനങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊരു ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ കഥയാണ്. ലോകം മുഴുവൻ തല എന്ന് ആദരവോടെ വിളിക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെയും അദ്ദേഹത്തിന്റെ നിഴലായി കൂടി നിൽക്കുന്ന സാക്ഷിയുടെയും അസാധാരണമായ പ്രണയകഥ. 2007 കാലഘട്ടം. ധോണി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടുതൂണായി മാറിക്കഴിഞ്ഞു. മൈതാനത്ത് 10,000 അദ്ദേഹത്തിന്റെ പേര് ആർത്തു വിളിക്കുന്നു. പക്ഷേ ആ ആൾക്കൂട്ടത്തിനിടയിലും അദ്ദേഹം ഒരുപാട് ഒറ്റപ്പെട്ടവനായിരുന്നു. എല്ലാവർക്കും വേണ്ടത് ആ ക്യാപ്റ്റനെയായിരുന്നു. എന്നാൽ ധോണി എന്ന സാധാരണ മനുഷ്യനെ മനസ്സിലാക്കാൻ, അദ്ദേഹത്തിന് വിശ്വസിച്ച് കൂടെ കൂട്ടാൻ ഒരാൾ അന്നുണ്ടായിരുന്നില്ല. അവിടെയാണ് വിധി മറ്റൊരു വഴിത്തിരിവൊരുക്കുന്നത്. കൊൽക്കത്തയിലെ താജ് ഹോട്ടൽ. ടീം ഇന്ത്യ അവിടെയാണ് താമസം. സാക്ഷി അവിടെ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ട്രെയിനിയായി ജോലി ചെയ്യുകയായിരുന്നു. കൗതുകരമായ കാര്യം എന്താണെന്നോ, ആ ഹോട്ടലിൽ എത്തിയ വലിയ സെലിബ്രിറ്റി സാക്ഷി തിരിച്ചറിഞ്ഞില്ല എന്നതാണ്. ധോണിക്ക് അത്ഭുതം തോന്നി. ലോകം മുഴുവൻ തന്നെ ആരാധിക്കുമ്പോൾ തന്നെ വെറും ഒരു സാധാരണക്കാരനായി കാണുന്ന ഒരു പെൺകുട്ടി അന്ന് ആ കോഫി ഷോപ്പിൽ വിരിഞ്ഞത് വെറും ഒരു പരിചയമായിരുന്നില്ല, അതൊരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. തുടക്കത്തിൽ അവർ നല്ല സുഹൃത്തുക്കളായി. തിരക്കേറിയ മത്സരങ്ങൾക്കിടയിലും ധോണി സാക്ഷിക്കായി സമയം കണ്ടെത്തി. അവർ തമ്മിൽ സംസാരിച്ചത് ക്രിക്കറ്റിനെ കുറിച്ചായിരുന്നില്ല, ജീവിതത്തെക്കുറിച്ചായിരുന്നു. ധോണിക്ക് ആദ്യമായി ക്യാമറകൾക്ക് മുന്നിലല്ലാതെ സ്വയമായിരിക്കാൻ ഒരാളെ കിട്ടി. സാക്ഷിക്ക് പ്രശസ്തിയുടെ ഭാരമില്ലാത്ത ശാന്തമായ കണ്ണുകളുള്ള ഒരു മനുഷ്യനെയും. പരസ്പരമുള്ള ആ വിശ്വാസമാണ് പ്രണയത്തേക്കാൾ വലിയൊരു ബന്ധം അവർക്കിടയിൽ വളർത്തിയത്. ധോണി എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്, പ്രണയം ആഘോഷിക്കുന്ന ആളല്ല. 2010 ജൂലൈയിൽ ഒരു ദിവസം ലോകം മുഴുവൻ ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു അത്. ആരും അറിയാതെ, ഒരു മാധ്യമങ്ങളെയും അറിയിക്കാതെ, ഡെറാഡൂണിലെ ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് ധോണി സാക്ഷിയെ തന്റെ ജീവിത പങ്കാളിയാക്കി. ആഡംബരങ്ങളില്ലാതെ വെറും 30 അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ നടന്ന ആ വിവാഹം ലോകത്തോട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു: ഈ ബന്ധം ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ചിലതുണ്ട്. സ്നേഹം എന്നത് വില കൂടിയ സമ്മാനങ്ങളല്ല, മറിച്ച് പ്രതിസന്ധിയിൽ ചേർത്ത് പിടിക്കുന്ന കൈകളാണ്. ധോണിയുടെ വിജയങ്ങളിലും പരാജയങ്ങളും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ച വിങ്ങുന്ന നിമിഷത്തിലും ഗാലറിയിലിരുന്ന് സാക്ഷി നൽകിയ കരുത്തുണ്ടല്ലോ, അതാണ് യഥാർത്ഥ പ്രണയം. ശബ്ദമില്ലാത്ത എന്നാൽ ആഴമുള്ള പ്രണയം. ആഘോഷങ്ങൾ അവസാനിക്കും, പക്ഷെ ആത്മാർത്ഥമായ സ്നേഹം ഇന്നും നിലനിൽക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ സ്റ്റോറികൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.